ഇടുക്കി ഉടുമ്പൻചോലയിൽ യുവാവിനെ കഴുത്തറുത്തു കൊന്ന കേസിൽ പ്രതി നാഗരാജ് പിടിയിൽ. കൊല്ലപ്പെട്ട സോൾരാജിന്റെ സഹോദരി ഭർത്താവാണ് നാഗരാജ്. കുടുംബ വഴക്കാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. ഇടുക്കിയിൽ നിന്ന് മുഹമ്മദ് ആഷിഖ് ചേരുന്നുണ്ട്. ആഷിഖ്, വിവരങ്ങൾ. അമൃത, കഴിഞ്ഞ ദിവസമാണ് വീടിനുള്ളിൽ ഉടുമ്പൻചോലയിലെ വീടിനുള്ളിൽ സോൾരാജിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. കഴുത്ത് മുറിഞ്ഞ നിലയിൽ ഒരു ദിവസം മൃതശരീരത്തിന് പഴക്കമുള്ള രീതിയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. ഇത് എന്താണ് സംഭവിച്ചതെന്നുള്ളതിൽ അവ്യക്തത നിലനിന്നിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളുടെ സഹോദരി ഭർത്താവ് പി നാഗരാജാണ് കൊല നടത്തിയതെന്ന് മനസ്സിലാകുന്നത്. പി നാഗരാജിനെ നേരത്തെ തന്നെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഈ വീട്ടിൽ മരണം നടന്ന വീട്ടിലെത്തിച്ച് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് പി നാഗരാജ് കുറ്റം സമ്മതിച്ചത്. കുടുംബ പ്രശ്നങ്ങളാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പറയുന്നത്. മദ്യലഹരിയിൽ ഈ മരണപ്പെട്ട സോൾരാജ് മാതാപിതാക്കളെ ഉപദ്രവിക്കുകയും വീട്ടിൽ നിന്ന് ഇറക്കിവിടുകയും ചെയ്തിരുന്നു. ഇതറിഞ്ഞ് കൊലപാതകം നടത്തിയ പി നാഗരാജ് വീട്ടിലെത്തുകയും ഇരുവരും തമ്മിൽ സംഘർഷം ഉണ്ടാവുകയും ചെയ്തു. തുടർന്ന് മദ്യലഹരിയിൽ മയങ്ങിക്കിടക്കുകയായിരുന്ന സോൾരാജിന്റെ കഴുത്ത് അറക്കുകയായിരുന്നു എന്നാണ് നാഗരാജ് പറയുന്നത്. ഏതായാലും ഈ കൊലപാതകത്തിന് ശേഷം കത്തി തൊട്ടടുത്തുള്ള ഏലത്തോട്ടത്തിൽ ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു. തുടർന്ന് പിന്നെ 2 ദിവസം കഴിഞ്ഞ് വന്നു നോക്കുമ്പോഴാണ് ഇയാൾ മരണപ്പെട്ട് അഴുകിയ മൃതശരീരം കണ്ടെത്തുന്നത്. ഏതായാലും തുടർന്ന് പ്രതി ഈ മരണം നടന്ന ഉടനെ സംശയങ്ങളുടെ പേരിൽ ഈ വഴക്കുണ്ടായതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളുടെ പേരിൽ ഉടനടി തന്നെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. തുടർന്ന് ചോദ്യം ചെയ്ത് വരികയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയപ്പോൾ മൊഴി ശേഖരിച്ചപ്പോഴാണ് കുറ്റം താൻ തന്നെയാണ് ചെയ്തതെന്ന് സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അമൃത. ശരി ആഷിഖ്.